وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم. അവൻ നമുക്കെതിരായി ഒരു ഉപമ പറഞ്ഞിരിക്കുന്നു. ആര്? മനുഷ്യൻ. വനസിയ ഖൽഖഹു, അവൻ്റെ സൃഷ്ടിപ്പിനെ അവൻ മറന്നിരിക്കുന്നു. ഖാല, എന്നിട്ട് അവൻ പറയുകയാണ് മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം, എല്ലുകൾ നുരുമ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ വീണ്ടും ജീവിപ്പിക്കുന്നവൻ ആരാണ്? അപ്പോൾ മനുഷ്യന് വലിയ ഒരു ഉപമയായി ചോദിക്കുകയാണ് ഖിയാമത്ത് നാളിനെ എതിർക്കാൻ. അവൻ ചോദിക്കുന്ന ചോദ്യം അതാണ്. വളറബ ലനാ മസലൻ, അവൻ എനിക്ക് ഉപമ പറഞ്ഞിരിക്കുന്നു. എന്താണ് അവൻ്റെ ഉപമ? എല്ലുകൾ നുരുമ്പിച്ചാൽ അതിനെ ആർക്കാണ് ജീവിപ്പിക്കാൻ പറ്റുക? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വനസിയ ഖൽഖഹു, അവൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അവനോട് മറന്നുപോയതുപോലെ. അവൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടെ വന്നവനാണ്. നിസ്സാരമായ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട അവൻ ചോദിക്കുകയാണ് എല്ലായി കഴിഞ്ഞാൽ പിന്നെ ആര് സൃഷ്ടിക്കും? ഖുൽ, നബിയെ പറയുക, യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മറ, നിങ്ങളെ ആദ്യം സൃഷ്ടിച്ചതാരാണ്? എല്ലില്ലാത്തൊരവസ്ഥയിൽ നിന്ന് എല്ലുണ്ടാക്കിയവന് ആ എല്ലിൽ നിന്ന്, അതല്ലെങ്കിൽ നുരുമ്പിച്ച എല്ലിൽ നിന്ന് വീണ്ടും ഉണ്ടാക്കാൻ കഴിയില്ലേ? കഴിയും. അപ്പോൾ ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മറ, ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചതാരാണോ അവൻ തന്നെ നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ എല്ലാതരം സൃഷ്ടിപ്പിനെക്കുറിച്ചും അറിയാം. എല്ലാതരം സൃഷ്ടിപ്പിനെക്കുറിച്ചും അള്ളാഹുവിന് അറിയാം. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും നോക്കി ഒരു മോഡൽ നോക്കിയിട്ട് അതിനുശേഷം സൃഷ്ടിച്ചതല്ല. അതാണ് അള്ളാഹു എല്ലാത്തരം സൃഷ്ടിപ്പിനെക്കുറിച്ചും അറിയാം. ഈ ആകാശങ്ങളെ, ഭൂമിയെ, ഇവിടെയുള്ള ഓരോ കാര്യങ്ങളെയും സംവിധാനിച്ചത് ഭൂമിയുടെ സംവിധാനം, ആകാശത്തിൻ്റെ സംവിധാനം, പർവ്വതങ്ങളുടെ സംവിധാനം, മഴയെന്ന സംവിധാനം, നിലാവെന്ന സംവിധാനം, സൂര്യൻ്റെ വെളിച്ചമെന്ന സംവിധാനം, ദിവസങ്ങൾ മാറിമറയുന്ന സംവിധാനം, എല്ലാം ഒരു മുൻ മാതൃകയില്ലാതെ സംവിധാനിച്ച അള്ളാഹുവിന് ഒരു മാതൃകയായതിനു ശേഷം വീണ്ടും സൃഷ്ടിക്കുക എന്നത് ഒരു വിഷയമേ അല്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. അല്ലദീ ജഅല ലക്കും മിനശ് ശജരിൽ അഖ്ദരി നാറാ ഫഇദാ അൻതും മിൻഹു തൂഖിദൂൻ, പച്ച വൃക്ഷത്തിൽ നിന്ന് അവൻ നിങ്ങൾക്ക് തീ ഉണ്ടാക്കി തന്നിരിക്കുന്നു. മിനശ്ശജരിൽ അഖ്ദരി നാറ, പച്ചയാർന്ന വൃക്ഷം. അതിനെ അങ്ങനെ കത്തിക്കാൻ കഴിയില്ല, പക്ഷേ അള്ളാഹു അതിനെ ഉണക്കി കത്താൻ രൂപത്തിൽ സംവിധാനിക്കുന്നു. ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ, അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് തീ കത്തിക്കുന്നു. വീണ്ടും അടുത്തത് അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ വഹുവൽ ഖല്ലാഖുൽ അലീം, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവന് നിങ്ങളെപ്പോലെയുള്ളവരെ വീണ്ടും സൃഷ്ടിക്കാൻ കഴിവുള്ളവനല്ലയോ? ബല, അതെ, വഹുവൽ ഖല്ലാഖുൽ അലീം, അവനെല്ലാം അറിയുന്ന ഏറ്റവും ഉന്നതനായ സൃഷ്ടാവാണ്. ആകാശലോകങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വലിയതാണ്. ലഖൽഖുസ് സമാവാതി വൽ അർദി അക്ബറു മിൻ ഖൽഖിൻ നാസ്, മനുഷ്യ സൃഷ്ടിപ്പിനേക്കാൾ ഗംഭീരമാണ് ആകാശങ്ങളുടെ സൃഷ്ടിപ്പെന്ന്. അങ്ങനെ ഈ വലിയ ആകാശങ്ങളെ, നക്ഷത്രലോകങ്ങളെ, കോടാനുകോടി നക്ഷത്രങ്ങളെ ഒക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച അള്ളാഹുവിൻ്റെ നിസ്സാരന്മാരായ നിങ്ങളെ പുനഃസൃഷ്ടിക്കാനാണോ പാട്? ബല വഹുവൽ ഖല്ലാഖുൽ അലീം, അവനെല്ലാം അറിയുന്നവനും ഏറ്റവും നല്ല സൃഷ്ടാവുമാണ്. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ, അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ, ഇറാദയുണ്ടായാൽ അതിനോട് കുൻ എന്ന് പറഞ്ഞാൽ മതി, ഫയകൂൻ, അപ്പോൾ അതുണ്ടാകും എന്നാണ്. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ, സകല വസ്തുക്കളുടെയും രാജാധിപത്യം ഏതൊരുവൻ്റെ കൈകളിലാണോ അവൻ പരിശുദ്ധനാണ്, അവനിലേക്ക് നിങ്ങളെല്ലാവരും മടക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുനർജീവിതമുണ്ട്, പുനരുദ്ധാനമുണ്ട്, അന്ത്യസമയമുണ്ട് എന്നതിൻ്റെ തെളിവായി, അതിൻ്റെ ഏറ്റവും വലിയ അടയാളമായി നമ്മുടെ മുന്നിൽ തരുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ്.
മുൻമാതൃകയില്ലാതെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, നിങ്ങളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹുവിന് ഒരിക്കൽ കൂടി നിങ്ങളെ കൊണ്ടുവരാൻ ഒരു പ്രയാസവുമില്ല. സൂറത്തുൽ അഹ്ഖാഫിലെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വലം യഅയ ബിഖൽഖിഹിന്ന ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത ബലാ ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവർ കാണുന്നില്ലേ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുകയും അതിൻ്റെ സൃഷ്ടിപ്പിന് ശേഷം ഒരു ക്ഷീണവും ബാധിക്കാത്തവനായ അള്ളാഹു. വലം യഅയ ബിഖൽഖിഹിൻ, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ട് അവന് ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ളവൻ ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലയോ? ബല ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അതെ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പോൾ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ട് അള്ളാഹുവിന് ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല, ഒന്നുകൂടി സൃഷ്ടിക്കാൻ അവൻ കഴിവുള്ളവനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാളിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം ഈ ഒരു ലോകം തന്നെയാണ്, ഈ ഒരു സൃഷ്ടിപ്പ് തന്നെയാണ്. ഇതിന് കഴിവുള്ളവൻ അതിനും കഴിവുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നു. കത്തിജ്വലിക്കുന്ന സൂര്യൻ എത്രയോ മൈലുകൾക്കപ്പുറത്തായിരുന്നിട്ടും അതിൻ്റെ ചൂട് നമുക്കിവിടെ താങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള സൂര്യനെ സൃഷ്ടിച്ചവന് നരകം സൃഷ്ടിക്കാൻ അവൻ കഴിവുള്ളവനല്ലയോ? ഈ കാണുന്ന പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന മനോഹരങ്ങളായ പൂന്തോപ്പുകളും ചെടികളും വൃക്ഷങ്ങളും അതേപോലെ തന്നെ പുഷ്പങ്ങളും പഴവർഗ്ഗങ്ങളും പൂമ്പാറ്റകളും അടങ്ങിയിട്ടുള്ള മനോഹരമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവന് സ്വർഗം സൃഷ്ടിക്കാൻ അവൻ കഴിവുള്ളവനല്ലയോ? തീർച്ചയായും. ബല വഹുവൽ ഖല്ലാഖുൽ അലീം, അവനെല്ലാം സൃഷ്ടിക്കുന്നവനും അറിയുന്നവനുമാണ്. അതുകൊണ്ട് ഈ ഭൂമി, ഈ പ്രപഞ്ചം മറ്റൊരു ലോകത്തിനുള്ള അടയാളമാണ്, തെളിവാണ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തെളിവ്, നിർജീവമായ വസ്തുക്കൾക്ക് അവൻ ജീവൻ നൽകി നമ്മുടെ മുന്നിൽ തന്നെ നമുക്കവൻ കാണിച്ചു തരുന്നു എന്നതാണ്. പ്രധാനമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അടയാളമായി നമ്മുടെ മുന്നിൽ വെക്കുന്നത് നിർജീവമായ ഭൂമിയെയും ഇവിടെ ഉണങ്ങിപ്പോകുന്ന വിത്തുകളെയുമാണ്. പരിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസു ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ് ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖത്തിൻ ലിനുബയ്യിന ലക്കും. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, ഒരു പുനർജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ, നിങ്ങളെ നാം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ ഭൗതിക ശരീരം ഈ മണ്ണിൽ കാണുന്ന ധാതു ലവണങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. ശരീരത്തിലെ ഓരോ പാർട്ടും അതിൻ്റെ എല്ലാ മൂലകങ്ങളും അതിൻ്റെ ഓരോ ഘടകങ്ങളും ഈ മണ്ണിലുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ശരീരത്തെ മണ്ണിൽ വച്ചാൽ ഇത് മണ്ണായി പോകുന്നത്. ശരീരം മണ്ണിൽ വച്ചാൽ അത് മണ്ണായി പോകുന്നു. ആത്മാവല്ലാത്തതെല്ലാം മണ്ണായി പോകുന്നു. ആത്മാവല്ലാത്തതെല്ലാം മണ്ണായി പോകുന്നു. മനുഷ്യൻ്റെ പ്രത്യേകത അവൻ്റെ റൂഹാണ്. സുമ്മ സവ്വാഹു വനഫഖ ഫീഹി മിർ റൂഹിഹി, പിന്നീട് അള്ളാഹു അവനെ ശരിപ്പെടുത്തുകയും അവൻ്റെ റൂഹിൽ നിന്ന് അവനിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്തു. അള്ളാഹു ഒരു പ്രത്യേകം റൂഹിനെ സൃഷ്ടിച്ചു. റൂഹ് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് റൂഹ്. അത് അള്ളാഹു പ്രത്യേകമായി സൃഷ്ടിച്ചതാണ്. അത് മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിച്ചു. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തെ മണ്ണിലേക്ക് വെക്കുന്നു, പക്ഷെ ആത്മാവിനെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തുന്നു. മനുഷ്യൻ്റെ പ്രത്യേകത ആത്മാവാണ്, അവൻ്റെ റൂഹാണ്. അപ്പോൾ ഭൗതിക ശരീരത്തെ അള്ളാഹു മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ശേഷം ആ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ നിന്ന് അടുത്ത തലമുറയുണ്ടാകുന്നത് വേറൊരു രൂപത്തിലാണ്. അള്ളാഹു ചോദിക്കുകയാണ്, ഈ അന്തരം നിങ്ങൾ കാണുന്നില്ലേ? ഇത് അത്ഭുതമല്ലേ? ആദ്യ സൃഷ്ടിയെ മണ്ണുകൊണ്ട്, എന്നാൽ പിന്നീടുള്ള സൃഷ്ടികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ, മഹീനായ അത്രയൊന്നും പ്രാധാന്യമില്ലാത്ത ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുന്നു. ആ വ്യത്യാസം കാണാൻ അല്ലാഹു പറയുകയാണ്. സുമ്മ മിൻ നുത്ഫ സുമ്മ മിൻ അലഖ,
നുത്തുഫയിൽ നിന്ന് എങ്ങനെയാണ് അലക്കയുണ്ടാകുന്നത് എന്ന് ശ്രദ്ധിക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അഥവാ രക്തത്തിൻ്റെയോ മാംസത്തിൻ്റെയോ യാതൊരു അംശവുമില്ലാത്ത ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് പിന്നീട് അതൊരു രക്തപിണ്ഡമായി മാറുന്നത് എന്തത്ഭുതമാണെന്ന് അള്ളാഹു ചോദിക്കുന്നു. ആ രക്തത്തിൽ നിന്ന് പിന്നീടുണ്ടാകുന്നത് സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ, പിന്നീടത് മാംസകഷ്ണമായി ചവച്ചരക്കപ്പെട്ടതുപോലെയും അല്ലാത്തതുമായി തോന്നുന്ന മാംസകഷ്ണമായി മാറുന്നു. ഈ വ്യത്യസ്തങ്ങളായ സ്റ്റേജുകൾ ഒന്ന് പരിശോധിക്കാൻ പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. തീർത്തും വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ, സ്റ്റേജുകൾ. ലിനുബയ്യിന ലക്കും, ഇതൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടാനാണ്. വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മാ, ഒരു നിശ്ചിതാവധി വരെ അവൻ നിങ്ങളെ ഗർഭാശയത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നു. ഒരു കുഞ്ഞ് ഗർഭാശയത്തിൽ വളർന്നു വരുന്നത് മഹാത്ഭുതമാണ്. പിന്നീടൊരു നിശ്ചിത സമയമായാലോ സുമ്മ നുഖ്രിജുകും തിഫ്ലാ, കുട്ടികളായി നിങ്ങൾ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. സുമ്മ ലിതബ്ലുഗൂ അശുദ്ധക്കും, പിന്നീട് നിങ്ങൾക്ക് യുവത്വമുണ്ടാകുന്നു, നിങ്ങളുടെ ശക്തി പ്രാപിക്കുന്നു. അപ്പോൾ ചെറിയ കുട്ടി, ഗർഭസ്ഥ ശിശു, അതിൽ നിന്ന് ജനിച്ചു വീഴുന്ന ചെറിയ കുഞ്ഞ്, ആ കുഞ്ഞിൽ നിന്നും ഏറെ വ്യത്യസ്തനായി വളർന്നു വലുതായി യുവാവായി മാറുന്നു. ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا. എന്നാൽ യുവാവായി ശക്തി പ്രാപിച്ച് പിന്നീട് വീണ്ടും വാർദ്ധക്യത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം ഒരു പുനരുദ്ധാനത്തിൻ്റെ അടയാളമാണെന്നാണ്. ഇന്ദ്രിയത്തിൽ നിന്ന് നുത്ഫയിൽ നിന്ന് അലക്കയും, അലക്കയിൽ നിന്ന് മുതുകയും, മുതുകയിൽ നിന്ന് പിന്നെ കണ്ണും കാതും കാലുകളും വിരലുകളും എല്ലാമുള്ള ഒരു കുഞ്ഞ്, ചെറിയ കുഞ്ഞ്, പിന്നീടത് ശക്തി പ്രാപിച്ച് ഒരു യുവാവായി, പിന്നീടത് വാർദ്ധക്യത്തിലേക്ക് മടങ്ങി, പിന്നീട് മരണം പിടികൂടുന്നു. ഇതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്, മരണാനന്തര ജീവിതത്തിൻ്റെ അടയാളമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വീണ്ടും പറയുന്നത് വതറൽ അർള ഹാമിദതൻ ഫഇദാ അൻസൽനാ അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് വഅൻബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. ഭൂമി നിർജീവമായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം, നിർജീവമായി കിടക്കുന്ന ഭൂമി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കുമ്പോൾ അത് ഇളകുകയും വികസിക്കുകയും കൗതുകമുള്ള എല്ലാതരം ചെടികളെയും അത് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. മഴയില്ലാത്ത വെയിലുള്ള കാലഘട്ടത്തിൽ നമുക്കിവിടെയുള്ള പർവ്വതങ്ങളിലേക്ക് നോക്കിയാൽ ഉണങ്ങി വരണ്ട് കിടക്കുന്നതായി കാണാം. പക്ഷേ നന്നായി മഴ പെയ്തപ്പോൾ ഇപ്പോൾ ആ പർവ്വതങ്ങളിലേക്ക് നോക്കൂ, അതെല്ലാം പച്ച പിടിച്ചതായി കാണാം. അവിടെ നിർജീവമായി കിടന്നിരുന്ന ആ മണ്ണിന് ഇളക്കം നൽകിയതും ആ മണ്ണിൻ്റെ അടിയിൽ കാലങ്ങളായി സൂക്ഷ്മമായ ഉണങ്ങിയ ഒരു വിത്തിനെ, അതല്ലെങ്കിൽ ആ ചെടികളുടെ സൂക്ഷ്മമായ അതിൻ്റെ അംശത്തെ, അതിൻ്റെ വിത്തിനെ ആ മണ്ണിൽ തന്നെ കാത്തു സൂക്ഷിച്ച് പിന്നീട് അതിൽ നിന്ന് പുറത്തേക്ക് പൊട്ടിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നവനായ അള്ളാഹുവിനെ നിങ്ങൾ കാണുന്നില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം. ആ ഉണങ്ങിയ വിത്തിനെ ഉണങ്ങി വരേണ്ട ഭൂമിയിൽ കാലങ്ങളോളം താമസിപ്പിച്ചിട്ട് പിന്നീട് ഒരു തുള്ളി വെള്ളം അതിലേക്ക് വീഴുമ്പോൾ അതെങ്ങനെയാണ് ഇളകി വികസിച്ച് പച്ച പിടിച്ചതായി പുറത്തേക്ക് വരുന്നത്? ഇതേപോലെ മണ്ണിൽ ഉണങ്ങി മണ്ണായി കിടക്കുന്ന നിങ്ങളെ, അതിൻ്റെ ഒരു അംശത്തെ അവശേഷിപ്പിച്ച് അതിൽ നിന്നൊരു ചെറിയ ചാറ്റൽ മഴയിലൂടെ അള്ളാഹു ഖിയാമത്ത് നാളിൽ നിങ്ങളെ കൊണ്ടുവരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ നിർജീവമായ ഭൂമിക്ക് മഴയിലൂടെ ജീവൻ നൽകുന്ന ഈ മഹാപ്രതിഭാസം മരണാനന്തര ജീവിതത്തിൻ്റെ അടയാളമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു പറയുന്നു. അതേപോലെ തന്നെ സൂറത്തുർ റൂം 50-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫൻളുർ ഇലാ ആസാരി റഹ്മത്തില്ലാഹി കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ ഇന്ന ദാലിക ലമുഹ്യിൽ മൗതാ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ അടയാളങ്ങളിലേക്ക് നോക്കൂ നിങ്ങൾ. കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ, ഭൂമി മരിച്ചതിന് ശേഷം, ഭൂമി നിർജീവമായതിന് ശേഷം അതിന് അള്ളാഹു എങ്ങനെയാണ് ജീവൻ നൽകുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഇന്ന ദാലിക ലമുഹ്യിൽ മൗത, തീർച്ചയായും അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പോൾ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് ഭൂമിക്ക് ജീവൻ നിർജീവാവസ്ഥയ്ക്ക് ശേഷം ലഭിക്കുന്നത് പോലെയാണ്.
അതേപോലെ തന്നെ മറ്റൊരടയാളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നു സൂറത്തു ആലു ഇമ്രാനിലെ 27-ാമത്തെ ആയത്ത്. എന്താണത്? തൂലിജുൽ ലൈല ഫിന്നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈൽ വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. രാത്രി മാറി പകൽ വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? പിന്നീട് ആ പകൽ മാറി വീണ്ടും രാത്രി വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്നതുപോലെ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇന്ദ്രിയത്തുള്ളിക്ക് ജീവനില്ല, പക്ഷേ അതിൽ നിന്ന് ജീവനുള്ള സൃഷ്ടികൾ അവൻ ഉണ്ടാക്കുന്നു. പിന്നീട് ജീവനുള്ള സൃഷ്ടികളെ അവൻ ജീവനില്ലാത്തതാക്കി മാറ്റുന്നു. ജീവനുള്ളതിൽ നിന്ന് ഇല്ലാത്തതിനെ, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവൻ, രാത്രിയെ മാറ്റി പകലിനെയും വീണ്ടും പകലിനെ മാറ്റി വീണ്ടും രാത്രിയെയും കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇതും മരണാനന്തര ജീവിതമുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ഇനി മറ്റൊരടയാളം പരിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്തുൽ വാഖിഅ 83 മുതൽക്കുള്ള വചനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലൗലാ ഇദാ ബലഗതിൽ ഹുൽഖൂം وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മരണാനന്തരം ഒരു ജീവിതമില്ലെങ്കിൽ ഫലൗലാ ഇദാ ബലഗതിൽ ഹുൽഖൂം, മരണം തൊണ്ടക്കുഴിയിലെത്തുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്കതിനെ തടുക്കാൻ കഴിയുന്നില്ല? വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ ആ മരണം ആസന്നമായ വ്യക്തിയുടെ ചുറ്റിലും നിന്ന് അയാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും, എന്നാൽ നാമാണ് നിങ്ങളെക്കാൾ അവനോടടുത്ത് നിൽക്കുന്നവൻ. വലാകിൻ ലാ തുബ്സിറൂൻ, പക്ഷേ നിങ്ങൾക്ക് അവരെ കാണാൻ സാധ്യമല്ല. അഥവാ മലക്കുകളാണ് അതുകൊണ്ട് ഉദ്ദേശമെന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അറിവ് കൊണ്ട് സൃഷ്ടികളെക്കാൾ മറ്റൊരു സൃഷ്ടിയോടടുത്തവനാണ്. വീണ്ടും അല്ലാഹു ചോദിക്കുന്നു, ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, ഒരു പ്രതിഫല ദിവസത്തിൻ്റെ നാളിലേക്ക് നിങ്ങളെ മടക്കി കൊണ്ടുപോകുകയില്ലെങ്കിൽ തർജിഊനഹ, നിങ്ങൾ മരണത്തെ മടക്കി പറഞ്ഞയക്കൂ. ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. അപ്പോൾ നാം മരിക്കുന്നു എന്നത് തന്നെയാണ് മരണാനന്തരം മറ്റൊരു ജീവിതമുണ്ട് എന്നതിൻ്റെ അടയാളം. ഇല്ലെങ്കിൽ ആരാണ് നമ്മെ മരിപ്പിക്കുന്നത്? നമ്മുടെ ജീവനെ വേറൊരാൾ എങ്ങനെയാണ് എടുത്തുകൊണ്ടുപോകുന്നത്? നമ്മുടെ ആത്മാവിനെ വേറൊരാൾ എങ്ങനെയാണ് പിടിച്ചെടുക്കുന്നത്? അപ്പോൾ മനസ്സിലായ അത് നിങ്ങളുടേതായിരുന്നില്ല, മറ്റൊരാൾ നിങ്ങൾക്ക് നൽകിയതാണ്. അവനത് തിരിച്ചെടുത്താൽ വീണ്ടും തിരിച്ചു തരാൻ കഴിവുള്ളവനാണ്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് മരണത്തെ തടയൂ, എനിക്ക് മരിക്കാൻ സൗകര്യമില്ലെന്ന് നിങ്ങൾ പറയൂ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം. അപ്പോൾ മരണമുണ്ട് എന്നത് തന്നെയാണ് മരണാനന്തരം മറ്റൊരു ജീവിതമുണ്ട് എന്നതിൻ്റെ അടയാളം. ഈ ലോകമുണ്ട് എന്നത് തന്നെയാണ് മറ്റൊരു ലോകമുണ്ട് എന്നതിൻ്റെ അടയാളം. നിർജീവമായ ഭൂമിക്ക് മഴയിലൂടെ ജീവൻ ലഭിക്കുന്നു എന്നത് തന്നെയാണ് നിർജീവമായ മനുഷ്യൻ അല്ലാഹു വീണ്ടും ജീവൻ നൽകും എന്നതിൻ്റെ അടയാളം. ജീവനുള്ളതിൽ നിന്ന് ഇല്ലാത്തതിനെയും ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിനെയും പകലിൽ നിന്ന് രാത്രിയെയും രാത്രിയിൽ നിന്ന് പകലിനെയും പുറത്തു കൊണ്ടുവരുന്നവന് ഇതെല്ലാം സാധിക്കും. ഇതെല്ലാം അന്ത്യനാളിൻ്റെ മരണാനന്തര ജീവിതത്തിൻ്റെ അടയാളങ്ങളായി, അതിൻ്റെ സത്യതക്കുള്ള പ്രൂഫുകളായി, തെളിവുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ച കാര്യമാണ്. ഇന്ന ഹാദിഹി തദ്കിറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ വമാ തശാഊന ഇല്ലാ അൻ يشاء الله إن الله كان عليما حكيما.